ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത് ഗായ്സ്. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് എനിക്കല്ല എൻ്റെ ഹസ്ബൻഡിന് ഒരു ബൊക്കയുടെയും ഹാരത്തിൻ്റെയും ഒരു ഓർഡർ വന്നത്. അപ്പോൾ അതിൻ്റെ തുണി വാങ്ങാൻ നെയ്യാറ്റിൻകര രാമചന്ദ്രയിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈവനിങ് ഒരു 6 o'clock കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. നേരം പരപരാന്ന് ഇരുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് നേരെ നെയ്യാറ്റിൻകര എത്തിയിരിക്കുകയാണ്. നമുക്കാണെങ്കിൽ എന്തോന്ന് രാമചന്ദ്രയിൽ നിന്ന് കുറച്ച് നെറ്റാണ് മെയിനായിട്ട് വാങ്ങേണ്ടത്. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ കുറച്ച് പോകുമ്പോഴേക്കും അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് പോകുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഫ്ലവറും കാര്യങ്ങളും വാങ്ങാനുണ്ട്. അങ്ങനെ നമ്മൾ രാമചന്ദ്രയിൽ എത്തിയിരിക്കുകയാണ്. ഇനി നേരെ ചേട്ടൻ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. അങ്ങനെ രാമചന്ദ്രയിൽ എപ്പോൾ വന്നാലും ഭയങ്കര തിരക്കും കാര്യങ്ങളാണ്. ഒത്തിരി ആൾക്കാർ ഉണ്ടായിരിക്കും അവിടെ, നല്ല തിരക്കും കാര്യമാണ്. അപ്പോൾ നമ്മൾ വളരെ ഹാപ്പി ആയിട്ടൊക്കെയാണ് വന്നത്. പക്ഷെ തിരിച്ചു പോയപ്പോൾ ഒരു 8ന്റെ പണിയൊക്കെ കിട്ടി ഗായ്സ്. അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, നെറ്റിൻ്റെ തുണിയെടുക്കാനായിട്ട് പോവാം. ഹാരത്തിനുള്ള തുണിയാണ്. അങ്ങനെ നമ്മൾ നേരെ രാമചന്ദ്രയിലേക്ക് കയറുകയാണ്. അപ്പോൾ നമ്മളവിടെ വേറെ ഒന്നും നോക്കിയില്ല. നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ വേറെ ഒന്നും നോക്കിയില്ല. അങ്ങനെ നമ്മൾ കുറേ ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഫ്ലോറിലാണെന്ന് തോന്നുന്നു നെറ്റിൻ്റെ തുണിയുള്ളത്. അങ്ങനെ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കയറി ഒരു പരിവായി. അങ്ങനെ നേരെ നമ്മൾ നെറ്റിൻ്റെ തുണി എടുക്കാനായിട്ടാണ് പോയത്. അപ്പോൾ നമുക്ക് വൈറ്റ് കളറാണ് വാങ്ങേണ്ടത്. ഒരു 6 പീസസോളം വേണം. അത് ചേട്ടൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ട്. പിന്നെ വേറെ ഒന്നും പറയില്ല ഗൈസ്. അങ്ങനെ നമ്മൾ പടികൾ കടന്ന് പോവുകയാണ്. ചേട്ടൻ കൂടെ വന്ന് എന്നെ ട്രോളിക്കൊണ്ട് വരികയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ പടി കയറാൻ വയ്യ. അയ്യോ, കയറി എനിക്ക് അങ്ങ് വയ്യാണ്ടായി. അങ്ങനെ എന്നെ ട്രോളിക്കൊണ്ട് വരികയാണ് പുള്ളിക്കാരൻ. അപ്പോൾ പിന്നെ ഇവിടെ കുറേ ടെഡി ബിയേഴ്സ് എല്ലാമൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും നോക്കാൻ സമയം കിട്ടിയില്ല. എവിടെ ഷോപ്പിങ്ങിന് പോയാലും എന്ത് കാര്യം വാങ്ങണോ അവിടെ പോവുക, വാങ്ങുക, തിരിച്ചു വരിക. ആവശ്യമുള്ളിടത്ത് മാത്രമേ എൻ്റെ ചേട്ടൻ എന്നെ കൊണ്ടുപോകാറുള്ളൂ. എന്തിനാണ് പോകുന്നത് ആ കാര്യം കഴിഞ്ഞ് എന്ത് ചെയ്യുക, തിരിച്ചു വരിക, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നിനും സമ്മതിക്കത്തില്ല. നല്ല പുള്ളിക്കാരനാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ നെറ്റിരിക്കുന്ന അവിടേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ചേട്ടൻ നെറ്റ് എടുത്തിട്ട് അത് കറക്റ്റ് അളവിന് കട്ട് ചെയ്ത് തരാൻ അവരെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ചേട്ടന് പതിവായിട്ട് ഇവിടെ വരുന്നത് കൊണ്ട് എവിടെയാണ് ഇരിക്കുന്നതെന്ന് അതൊക്കെ അറിയായിരുന്നു. പിന്നെ ഞാനാണ് ഇങ്ങോട്ടൊക്കെ പോയി ജസ്റ്റ് ഒന്ന് നോക്കിയത്. ചേട്ടൻ എടുത്ത് കൊടുത്തു. അങ്ങനെ നമ്മളത് വാങ്ങി നേരെ ഇറങ്ങി ഗൈസ്. ഇറങ്ങിയപ്പോഴത്തേക്കും പുറത്ത് നോക്കിയപ്പോൾ മഴ തുടങ്ങി. ആകെ പെട്ടു ഗൈസ്. സംഭവം കുറച്ച് ചെറുതായിട്ട് പെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മളെന്ത് ചെയ്തു, രണ്ടും കൽപ്പിച്ച് പോയി. അടുത്തുള്ള ഷോപ്പിൽ പോയി നമുക്ക് കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവർ വാങ്ങണമായിരുന്നു. അങ്ങനെ നമ്മൾ പോവുകയാണ്. അപ്പോൾ നമുക്ക് ബൊക്കയ്ക്കും ഹാരത്തിനും ഫ്ലവർ ആവശ്യമാണ്. അപ്പോൾ നമ്മൾ പടികൾ കയറി നമ്മൾ എന്ത് ചെയ്തു, ഷോപ്പിലേക്ക് പോവുകയാണ്. ഇവിടെ അടുത്ത് തന്നെയാണ്. അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട ഫ്ലവറും ലീഫും നമ്മൾ എന്ത് ചെയ്തു, എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് എല്ലാം ഒരു റെഡും വൈറ്റും ഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ലീഫും എടുത്തിട്ടുണ്ട്. അവരെല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഗൈസ് നമ്മൾ പെട്ടത്. അവിടെ നിന്ന് രാമചന്ദ്രയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ചെറിയ രീതിയിലുള്ള മഴ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് വാങ്ങി ഇറങ്ങിയപ്പോഴേക്കും നല്ല മഴയായിരുന്നു. നമ്മൾ കുറച്ച് നേരം അവിടെ ഒതുങ്ങി നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ മഴ കുറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ നെയ്യാറ്റിൻകരയിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് യാത്ര തിരിച്ചു. ഞങ്ങൾ വിചാരിച്ചത് കാഞ്ഞിരംകുളം, അതായത് നമ്മുടെ സ്ഥലത്ത് മഴയില്ലെന്നാണ് സംഭവം. ഇവിടെ നെയ്യാറ്റിൻകര മാത്രമേ മഴ ഉള്ളൂ എന്നാണ് വിചാരിച്ചത്. അങ്ങോട്ട് പോയപ്പോഴേക്കും കറണ്ടും ഇല്ല, മഴ കൂടി ഗായ്സ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വ്ളോഗാണ് ഗായ്സ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് അറിയിക്കാൻ മറക്കരുത്.
ഇവിടെ എത്തിയപ്പോഴാണ് നമ്മൾ പെട്ടത്. അങ്ങനെ നമ്മൾ പെട്ടെന്ന് എങ്ങനെയൊക്കെ വീട്ടിലേക്ക് പോയി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.